എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. അതിൽ വിവിധ വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, അതേപോലെ തന്നെ ഡയറി ഫാം. ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു 20 മാർക്കിൻ്റെ മാർക്സ് വരുന്ന ഒരു ഭാഗമാണ് ബയോളജി. ബയോളജിയിൽ തന്നെ 10 മാർക്ക് സുവോളജി ഉണ്ട്, 10 മാർക്ക് ബോട്ടണിയിലും ഉണ്ട്. ഈ ഒരു വീഡിയോയിൽ ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ സുവോളജി പാർട്ടിൽ വരുന്ന സിലബസിൽ വരുന്ന പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 10 മാർക്സിൽ വരുന്ന സുവോളജിയിൽ വരുന്ന ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റീപ്രൊഡക്ഷൻ അതിൽ നിന്ന് 1 മാർക്ക്, ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ 2 മാർക്സ്, ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ 1 മാർക്ക്, എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പ്ലാന്റ്സ് 1 മാർക്ക്, ഡൈവേഴ്സിറ്റി ഇൻ ലിവിംഗ് വേൾഡ് 1 മാർക്ക്, സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ 1 മാർക്ക്, ഹ്യൂമൻ ഫിസിയോളജി 3 മാർക്സ്. ഇതിൽ ആദ്യത്തെ ഭാഗമാണ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷനിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതിൽ തന്നെ നോക്കുക, ഗാമറ്റോജനസിസ് ഉണ്ട്, സ്പെർമാറ്റോജനസിസ് ആൻഡ് oogenesis. ദെൻ ഫെർട്ടിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്, എംബ്രിയോ ഡെവലപ്മെന്റ് അപ് ടു ബ്ലാസ്റ്റോസിസ്റ്റ് ഫോർമേഷൻ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എംബ്രിയോ ഡെവലപ്മെന്റ് അപ് ടു ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുമ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് ബ്ലാസ്റ്റുല സ്റ്റേജ് ആണ്. സോ ഇൻ ബിറ്റ്വീൻ വരുന്ന ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് വരുന്ന ക്ലീവേജും ക്ലീവേജും അതേപോലെ തന്നെ ബ്ലാസ്റ്റുല, അത്രയും സ്റ്റേജസ് ഇവിടെ പഠിക്കണം. ഇംപ്ലാന്റേഷൻ ഉണ്ട്. മറ്റൊരു ഭാഗമാണ് ഹോർമോൺസ് ഓഫ് പ്ലാസൻഡ, ദെൻ പാർച്ചുറേഷൻ ആൻഡ് ലാക്ടേഷൻ. ഇതാണ് ആദ്യത്തെ ഭാഗത്ത് വരുന്നത്. അടുത്ത ഏരിയയിൽ വരുന്നത് റീപ്രൊഡക്ഷനിൽ തന്നെ നെക്സ്റ്റ് പാർട്ട് വരുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ആ ഡിസീസിന്റെ പേര് നോക്കിയാൽ മതിയാകും. ദെൻ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ്, കോൺട്രാസെപ്ഷൻ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അമിനോസെൻറ്റസിസ്, ഇൻഫെർട്ടിലിറ്റി ആൻഡ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, ART. ARTയിൽ എക്സാമ്പിൾസ് ആയിട്ട് IVF, അതേപോലെ തന്നെ ICSI, സറോഗസി പോലെയുള്ള ടോപ്പിക്സ് ആണ് ഇവിടെ നോക്കേണ്ടത്. അടുത്ത യൂണിറ്റ് ആണ് ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ. ഡയറി ഫാം ഇൻസ്ട്രക്ടറിൽ തന്നെ 2 മാർക്സ് വരുന്ന ഒരു ഭാഗമാണ് ജെനറ്റിക്സും എവല്യൂഷനും. ആദ്യം ജെനറ്റിക്സിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ, അതിൽ മെൻഡിലിയൻ ഇൻഹെറിറ്റൻസ് നോക്കണം, മെൻഡിലിയൻ ലോസ് പോലെയുള്ള കാര്യങ്ങൾ. ദെൻ ഡീവിയേഷൻസ് ഫ്രം മെന്റലിസം, അതിന് എക്സാമ്പിൾ ആയിട്ട് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീൽസ് തുടങ്ങിയ ടോപ്പിക്സ്. ദെൻ ഇൻഹെറിറ്റൻസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്, പോളിജനിക് ഇൻഹെറിറ്റൻസ്, പ്ലിയോട്രോപ്പി, ഇതെല്ലാം ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്. സെക്സ് ഡിറ്റർമിനേഷൻ തന്നെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻസ്, ഇപ്പോൾ ഹ്യൂമൻസിലെ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ XY ക്രോമസോംസ് അല്ലേ വരുന്നത്. അതേപോലെ തന്നെ ബേർഡ്സും ഹണി ബീസും. ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഇൻ ഹ്യൂമൻസ്, ഡൗൺ സിൻഡ്രോം, ടേണർ ക്ലൈൻഫിൽറ്റർ സിൻഡ്രോം. ഇനി മറ്റൊന്ന് മോളിക്കുലർ ബേസസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇത് മോളിക്കുലർ ബയോളജിയിൽ വരുന്ന ഒരു ഭാഗമാണ്, ജെനറ്റിക്സിന്റെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക്ക്. DNA-യുടെയും RNA-യുടെയും സ്ട്രക്ചർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ DNA റെപ്ലിക്കേഷൻ. അപ്പോൾ ഒത്തിരി ഡീറ്റെയിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. റെപ്ലിക്കേഷനിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള എൻസൈംസും കാര്യങ്ങളെല്ലാം നോക്കിയാൽ മതി. സെൻട്രൽ ഡോഗ്മ, ട്രാൻസ്ക്രിപ്ഷൻ, ജെനറ്റിക് കോഡ്, ട്രാൻസ്ലേഷൻ, ദെൻ ജീൻ എക്സ്പ്രഷൻ ആൻഡ് റെഗുലേഷൻ. അതിൽ തന്നെ തന്നിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ലാക് ഓപ്പറോൺ കോൺസെപ്റ്റ് ആണ്. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്, അതേപോലെ തന്നെ DNA ഫിംഗർ പ്രിന്റിംഗ്. ഇത്രയാണ് മോളിക്കുലാർ ബയോളജി ഭാഗത്ത് വരുന്നത്. ദെൻ ഈ ഒരു യൂണിറ്റിൽ തന്നെ എവല്യൂഷനിൽ വന്നിരിക്കുന്നത് ഒന്ന് ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ അതിൽ ബയോളജിക്കൽ എവല്യൂഷൻ ആൻഡ് എവിഡൻസ് ഫോർ ബയോളജിക്കൽ എവല്യൂഷൻ. എവിഡൻസ് എന്ന് പറയുമ്പോൾ പാലിയന്റോളജിക്കൽ എവിഡൻസ്, കമ്പാരറ്റീവ് അനാറ്റമി. ദെൻ മറ്റൊന്ന് പോപ്പുലേഷൻ ജെനറ്റിക്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പൽ, ദെൻ അഡാപ്റ്റീവ് റേഡിയേഷൻ ആൻഡ് ഫൈനലി ഹ്യൂമൻ എവല്യൂഷൻ. അടുത്തൊരു ടോപ്പിക്കാണ് ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ. ടോട്ടൽ സിലബസിൽ കൊടുത്തിരിക്കുന്നത് 1 മാർക്സ് ആണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്ന മൈക്രോബയോളജി ആണ്. ഇവിടെ നോക്കാം, ഹെൽത്ത് ആൻഡ് ഡിസീസ് പാത്തോജൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡിസീസ് മലേറിയ, ഫൈലേരിയാസിസ്, ആസ്കാരിയാസിസ്, കോമൺ കോൾഡ്, അങ്ങനെയുള്ള ടൈഫോയിഡ് പോലെയുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഡിസീസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഈ ഒരു ഡിസീസ് കോസ് ചെയ്യുന്ന പാരസൈറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇമ്മ്യൂണോളജിയും കൂടി ഈ ഒരു ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാക്സിൻസ് നോക്കാം, ദെൻ ക്യാൻസർ, HIV ആൻഡ് എയ്ഡ്സ്, അത്രയും ഭാഗമാണ് ഇമ്മ്യൂണോളജിയിൽ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല ഇമ്മ്യൂണോളജിയിൽ കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ്, അതായത് മെയിൻലി ഇമ്മ്യൂണോളജിയിൽ വരുന്ന ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി, അതേപോലെ തന്നെ
അതിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കുക. ദെൻ അടുത്തൊരു ഏരിയ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, അതായത് ഇൻ ഹൗസ് ഹോൾഡ് ഫുഡ് പ്രോസസ്സിംഗ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ദെൻ മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജൻറ്റ്സ്, ബയോ ഫെർട്ടിലൈസേഴ്സ് തുടങ്ങിയ ഏരിയാസ് ആണ് ഇതിൽ വരുന്നത്. അടുത്തതൊരു 1 മാർക്സ് വരുന്ന ഒരു ഭാഗമാണ് എക്കോളജി ആൻഡ് എൻവയോൺമെന്റ്. ഇതിൽ മെയിൻലി പഠിക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആണ്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിൽ വരുന്നത് ഹോട്ട്സ്പോട്ട്സ്, ഇന്ത്യയിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഹോട്ട്സ്പോട്ട്സ്, ദെൻ എൻഡേഞ്ചേർഡ് ഓർഗാനിസംസ്, എക്സ്റ്റൻഷൻ, റെഡ് ഡേറ്റ ബുക്ക്, ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്സ്, അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. ഇത്രയും ഏരിയ ആണ് സുവോളജി പാർട്ടിൽ വരുന്നത്. എക്കോളജിയിൽ തന്നെ വേറെയും കുറേ ഏരിയാസ് എല്ലാം ഉണ്ട്. അപ്പം അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള എക്കോളജിയിൽ വരുന്ന ടോപ്പിക്സ് എല്ലാം ബോട്ടണി പാർട്ടിലായിരിക്കും കവേർഡ് ആയിരിക്കുന്നത്. ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ്, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 1 മാർക്സ് ആണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ ടാക്സോണമിക്കൽ ഹൈറാർക്കി ഉണ്ട്, ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദെൻ ടാക്സോണമിക്കൽ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ടൂൾസ് ലൈക്ക് മ്യൂസിയം, സൂ, ഹെർബേരിയം, ബൊട്ടാനിക്കൽ ഗാർഡൻസ്, ഇതെല്ലാമാണ് എക്സാമ്പിൾസ് ആയിട്ട് നോക്കേണ്ടത്, ലൈക്ക് ടൂൾസ് ആയിട്ട് പഠിക്കേണ്ടതും, അല്ലെങ്കിൽ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണത്. ദെൻ ആനിമൽ കിങ്ഡം ആണ് നെക്സ്റ്റ് പഠിക്കാനുള്ള ഏരിയ. ആനിമൽ കിങ്ഡം എന്ന് പറയുമ്പോൾ അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സും ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസും ആണ് ഇവിടെ പഠിക്കേണ്ടത്. നോൺ കോഡേറ്റ അപ് ടു ഫൈല ലെവൽ, അതേപോലെ തന്നെ കോഡേറ്റയും പഠിക്കാനുണ്ട്. ആനിമൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നോൺ കോഡേറ്റയും അതേപോലെ തന്നെ കോഡേറ്റയും വരുന്നുണ്ട്, കോഡേറ്റ അപ് ടു ക്ലാസസ്. ഇതിൻ്റെ എല്ലാം പഠിക്കേണ്ടത് ഇതിൻ്റെ പ്രധാനപ്പെട്ട സാലിയൻ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഓരോ ഫൈലത്തിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും അതിൻ്റെ എക്സാമ്പിൾസും വായിക്കണം. സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ആണ് നെക്സ്റ്റ് വരുന്നൊരു ഭാഗം. ഇവിടെയും 1 മാർക്സ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത്, ദാറ്റ് ഈസ് സൈറ്റോളജി. ഇതിൽ മെയിൻലി പഠിക്കാനുള്ളത് കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ലിവിങ് സെൽസ് ആണ്, ദാറ്റ് ഈസ് ബയോമോളിക്യൂൾസ്. അതിൽ തന്നെ വരുന്നത് എൻസൈംസ്, ടൈപ്സ്, പ്രോപ്പർട്ടീസ് ആൻഡ് എൻസൈം ആക്ഷൻ ആണ് സ്പെസിഫിക് ആയിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് ഡയറി ഫാം ഇൻസ്ട്രക്ടറിൽ തന്നെ കെമിസ്ട്രി സിലബസിൽ തന്നെ ഒരു 4 മാർക്കോളം ബയോമോളിക്യൂൾസ് വരുന്നുണ്ട്. അപ്പോൾ രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് ഈ ഒരു സൈറ്റോളജിയിൽ വരുന്നൊരു ഭാഗം. സുവോളജി പാർട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ഹ്യൂമൻ ഫിസിയോളജി. ടോട്ടൽ 3 മാർക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹ്യൂമൻ ഫിസിയോളജിയിൽ മെയിൻലി 6 ഓർഗൻ സിസ്റ്റംസ് ആണ് പഠിക്കാനുള്ളത്. ഇതിൽ ആദ്യത്തെ നോക്കുക ബ്രീത്തിങ് ആൻഡ് റെസ്പിറേഷൻ, റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. ബ്രീത്തിങ് മെക്കാനിസം നോക്കാനുണ്ട്, അതേപോലെ തന്നെ റെഗുലേഷൻ, ദെൻ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ഗ്യാസ് എക്സ്ചേഞ്ച്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗ്യാസസ്, റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. അപ്പോൾ ബ്രെയിനിൽ വരുന്ന റെഗുലേറ്ററി സെൻറ്റേഴ്സ് ഏതൊക്കെയാണ്, റെസ്പിറേറ്ററി വോളിയംസ് പഠിക്കാനുണ്ട്. ദെൻ എല്ലാ ഓർഗൻ സിസ്റ്റം പഠിക്കുമ്പോഴും അതിൽ വരുന്ന ഡിസോർഡേഴ്സ്, ഇപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം ആണെങ്കിൽ ഡിസോർഡേഴ്സ് പഠിക്കാനുള്ളത് ആസ്മ, എംഫിസീമ, ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. അടുത്ത ഓർഗൻ സിസ്റ്റം ആണ് ബോഡി ഫ്ലൂയിഡ് ആൻഡ് സർക്കുലേഷൻ, സർക്കുലേറ്ററി സിസ്റ്റം. അതിൽ ബ്ലഡ് കോമ്പോസിഷൻ പഠിക്കണം, അതായത് ബ്ലഡിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ, RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, അതിൻ്റെ ഡീറ്റെയിൽസ്, ബ്ലഡ് ഗ്രൂപ്പ്, ബ്ലഡ് കോആഗുലേഷൻ, ദെൻ സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഹാർട്ട്, കാർഡിയാക് സൈക്കിൾ, കാർഡിയാക് ഔട്ട്പുട്ട്, ECG, ദെൻ ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസോർഡേഴ്സ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഫെയിലിയർ, കൊറോണറി ആർട്ടറി ഡിസീസ്. ദെൻ അടുത്ത ഓർഗൻ സിസ്റ്റം ആണ് എക്സ്ക്രീറ്ററി സിസ്റ്റം. ഇതിൽ മോഡ്സ് ഓഫ് എക്സ്ക്രീഷൻ ആണ് ആദ്യത്തെ ടോപ്പിക്ക്, അമോണോടെലിസം, യൂറിയോടെലിസം, യൂറിക്കോടെലിസം. ദെൻ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷനും പഠിക്കാനുണ്ട്, റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ വരുന്നുണ്ട്, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഹോർമോൺസ്, റെനിൻ, ആൻജിയോടെൻസിൻ, ദെൻ ANF, ADH, ദെൻ എക്സ്ക്രീറ്ററി സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസോർഡേഴ്സ്, റീനൽ ഫെയിലിയർ, അത് നെഫ്രൈറ്റിസ്, ഡയാലിസിസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസോർഡേഴ്സ് നോക്കേണ്ടത്. The next organ system will be muscle physiology. അപ്പോൾ അതിൽ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് സ്കെൽട്ടൽ മസിൽ, ഇതാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. മസിൽ ഫിസിയോളജിയിൽ മസ്കുലർ കോൺട്രാക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് വരുന്നുണ്ട്, ആൻഡ് മസിൽ കോൺട്രാക്ഷൻ ജോയിൻസ്. ദെൻ ഡിസോർഡേഴ്സ് വരുന്നുണ്ട്, ഡിസോർഡേഴ്സ് ഓഫ് മസ്കുലാർ ആൻഡ് സ്കെൽട്ടൽ സിസ്റ്റം, മയസ്തീനിയ ഗ്രേവിസ്, ടെറ്റനി, മസ്കുലർ ഡിസ്ട്രോഫി, ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറോസിസ്, ഗൗട്ട് ഡിസീസ് പോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിക്കേണ്ടത്. ദെൻ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, നെർവസ് സിസ്റ്റം ആണ് അടുത്തൊരു ഓർഗൻ സിസ്റ്റം പഠിക്കാനുള്ളത്. ഇവിടെ നെർവസ് സിസ്റ്റം ഇൻ ഹ്യൂമൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്, അതേപോലെ തന്നെ ന്യൂറോൺസിൻ്റെ സ്ട്രക്ചർ എല്ലാം നോക്കണം.
നെർവസ് സിസ്റ്റം ഇൻ ഹ്യൂമൻസിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം ആൻഡ് വിസറൽ നെർവസ് സിസ്റ്റം ആണ് ടോപ്പിക്സ് വരുന്നത്. ദെൻ ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ് പഠിക്കാനുണ്ട്. അതായത് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ, ആക്ഷൻ പൊട്ടൻഷ്യൽ തുടങ്ങിയ ടോപ്പിക്സ്. ദെൻ ഫൈനലി കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം ആണ്. എൻഡോക്രൈൻ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ മെയിൻലി വരുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് പഠിക്കേണ്ടത്. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ്, തൈറോയിഡ്, പാരതൈറോയിഡ്, അഡ്രിനൽ ഗ്ലാൻഡ്, പാൻക്രിയാസ്, ഗൊണാഡ്. ഇതിൽ ഇതിൻ്റെ ഡിസോർഡേഴ്സ് പഠിക്കാനുണ്ട്. എല്ലാ ഗ്ലാൻഡ്സും പഠിക്കുമ്പോൾ അതിൻ്റെ ഡിസോർഡേഴ്സ് ഒക്കെ പഠിക്കുക. കോമൺ ഡിസോർഡേഴ്സ് കൊടുത്തിരിക്കുന്ന ഡ്വാർഫിസം, ആക്രോമെഗാലി, ക്രെറ്റിനിസം, ഗോയിറ്റർ, എക്സോപ്റ്റാൽമിക് ഗോയിറ്റർ, ഡയബറ്റിസ്, അഡിസൺസ് ഡിസീസ്. ഇത്രയും ഡിസോർഡേഴ്സ് ആണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ ഫിസിയോളജി എന്നൊരു ഭാഗം 6 ഓർഗൻ സിസ്റ്റംസ് ഉണ്ടെങ്കിലും ടോട്ടൽ 3 മാർക്സ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്.